സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. അസ്സലാമു അലൈക്കും. ഇത് ചൊല്ലിയാൽ എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. തെറ്റായ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തരുത് എന്ന് ദയവായി പറഞ്ഞുകൊള്ളട്ടെ. ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജനങ്ങളെല്ലാം നിന്നെ ഇഷ്ടപ്പെടാൻ അംഗീകരിക്കാൻ വേണ്ടി ഇത് ചൊല്ലുക. അസ്മാഉൽ ഹുസ്നയിലെ പ്രത്യേകമായി പറയുന്ന ഒരു ഇസ്മാണ് ഇതിൽ പറയുന്നത്. അത് എല്ലാവരും ദിവസവും ചൊല്ലുക. ഇൻഷാ അല്ലാ എല്ലാവരും നിങ്ങളെ ഇഷ്ടപ്പെടും. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാകുന്നത് എങ്ങനെയാണ്? നല്ലവരാവുക, ഭയഭക്തി ഉള്ളവരാവുക, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, വിനയത്തോടെ പെരുമാറുക, പൊങ്ങച്ചോ അഹങ്കാരം വെടിയുക, എല്ലാവരോടും പുഞ്ചിരിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥത, വിശ്വസ്തത, സത്യസന്ധത എന്നിവ മുറുകെ പിടിക്കുക. ഇനി പറയുന്ന കാര്യം എന്താണ് നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത്? യാ വദൂദ് യാ അല്ലാ 20 തവണ ചൊല്ലുക. യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ. അർത്ഥം സ്നേഹിക്കുന്നവൻ എന്നാണ് അർത്ഥം. യാ വദൂദ് യാ അല്ലാ. സൂറത്തുൽ ബഖറ 165 ആയത്തെ യുഹിബ്ബൂനഹും കഹുബ്ബിലില്ലാഹി വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബലില്ലാ എന്നോതുക. സൂറത്തുൽ ബഖറയിലെ 165 ആയത്താണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ആയത്ത് നിസ്കാരങ്ങൾക്ക് ശേഷമോ കഴിയുന്ന സമയം 11 അല്ലെങ്കിൽ 33 അതിൽ കൂടുതലോ ചൊല്ലാൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ. ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. തെറ്റായ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ദയവ് ചെയ്ത് ഇത് ഉപയോഗപ്പെടുത്തരുത്. അത് തിരിച്ചടി ഉണ്ടായേക്കാം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അസ്സലാമു അലൈക്കും.